ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രൂ ഇൻറ്റൻഷൻ ഓഫ് യുവർ പേഴ്സൺ ഓർ ട്രൂ ഇൻറ്റൻഷൻ ഓഫ് യുവർ റിലേഷൻഷിപ്പ് എന്നുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഇത് ആക്ച്വലി കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്തിട്ടൊക്കെ പറഞ്ഞൊരു ടോപ്പിക്കാണ് ഇങ്ങനെ ഒരു റീഡിങ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് അത് നോക്കാം. പറയുന്ന പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്തേക്ക്, അല്ലാത്തവരൊക്കെ വിട്ടുകളയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിന്നൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ട്രൂ ഇൻറ്റൻഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണെയും നിങ്ങളുടെ സിറ്റുവേഷനും ഒക്കെ മനസ്സിൽ വിചാരിക്കുക. വാട്ട് ഈസ് ദെയർ ട്രൂ ഇൻറ്റൻഷൻ ഇൻ യുവർ റിലേഷൻഷിപ്പ്. വാട്ട് ഈസ് ദ ട്രൂ ഇൻറ്റൻഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് നോക്കാം. Okay. What is the true intention of your person? അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള സമയം, അവരുടെ പേര്, അതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. 3 of Cups. What is the true intention of your person? ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ. ഡെത്ത് ഓർ റീബർത്ത്. What is the true intention of your person in this relationship? Okay. What is the true intention of your person? Last card ഒരു കാർഡും കൂടെ നമുക്ക് എടുക്കാം. Okay. Page of Swords and deck വന്നിട്ടുള്ളത് 4 of Wands ആണ് കേട്ടോ. സോ ഇതൊക്കെയാണ് കാർഡ് സ്പ്രെഡ്. നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ നോക്കുമ്പോൾ, അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു ഉദ്ദേശമൊക്കെ നോക്കുമ്പോൾ, ഒരു പോയിന്റിൽ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പിന് ആ ഒരു നിങ്ങൾ കൊടുക്കുന്ന ഒരു വാല്യൂ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നിങ്ങളുടെ പേഴ്സൺ കൊടുക്കാത്തതായിട്ട് കാണിക്കുന്നുണ്ട്. തുടക്കത്തിലൊക്കെ നല്ല ഒരു ട്രൂ ലവൊക്കെ തന്നെ ആയിരുന്നു കാണും. പക്ഷേ ഒരു പോയിന്റിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിന്നാൽ പോലും കുറച്ച് സമയം കഴിയുമ്പോൾ, കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഒരു റീയൂണിയനും ഒരു റിക്കൺസിലിയേഷനും അതിൻ്റെ ഒരു വാല്യൂ അദ്ദേഹം വീണ്ടും മനസ്സിലാക്കുക, ക്ലാരിറ്റി കിട്ടുക, പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി കിട്ടുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു വാല്യൂ അദ്ദേഹം മനസ്സിലാക്കുക. അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു പോയിന്റ് ഓഫ് ടൈം, ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് മനസ്സിലാക്കി തിരിച്ച് വന്ന ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ടോട്ടൽ ഒരു ഇത് നോക്കുമ്പോൾ കുറച്ച് സമയമെങ്കിലും ഈ ഒരു വ്യക്തി ഒരു ബ്രേക്കപ്പിലോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലോ ഒക്കെ ഇരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ആ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു വാല്യൂ, നിങ്ങൾ കൊടുക്കുന്ന ഒരു വാല്യൂ അദ്ദേഹം കൊടുക്കുന്നില്ല. അതിനൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി തന്നെയാണ് കേട്ടോ. ഇത് റെസനേറ്റ് ആവുന്നവരെടുക്കുക. നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഈ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞ് പോയിട്ടുണ്ടാവാം. ചിലർക്ക് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം, ചിലർക്ക് ഇനി വരാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എടുത്തേക്കാം കേട്ടോ. ഇത് നമ്മുടെ ഇന്നത്തെ കാർഡ്സിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു റീഡിംഗ് എടുക്കുമ്പോൾ ഇത് കാണുന്നവരിൽ പലർക്കും ആ ഒരു ഇങ്ങനത്തെ ഒരു കാര്യം തന്നെ ആയിരിക്കണം. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇനി ഉണ്ടാവാൻ പോകുന്നുണ്ടാവാം. ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ആ പേഴ്സണ് സ്നേഹക്കുറവല്ല, പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ഒരു വാല്യൂ ഈ ഒരു റിലേഷൻഷിപ്പിന് കൊടുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രദ്ധ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കുറച്ച് മാറിപ്പോകുന്നുണ്ട്. അതിന് കാരണം ഒരു തേർഡ് പാർട്ടി തന്നെയാണ്. അതൊരു പേഴ്സൺ ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയോ കരിയറോ ഒക്കെ ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം, ഇതുപോലെ വേറൊരു റിലേഷൻഷിപ്പും ആവാം. അതിനാണ് കൂടുതൽ സാധ്യതകൾ കാണുന്നത് കേട്ടോ. ആ ഒരു ടൈം പീരീഡിൽ അദ്ദേഹത്തിന് ഭയങ്കര കൺഫ്യൂഷനാണ്, ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. അതായത് മോർ ദാൻ വൺ ചോയ്സ് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങളുണ്ട്, അതുപോലെ തന്നെ വേറെ ചോയ്സസും ഉണ്ട്. അപ്പോൾ അതിൽ ഏത് സെലക്ട് ചെയ്യണം, ഏതാണ് ഒരു കറക്റ്റ് റിലേഷൻ, പെർഫെക്റ്റ് റിലേഷൻ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻസ് ആ ഒരു ടൈം പീരീഡിൽ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ചിലർക്കൊക്കെ ഈ ഒരു ടൈം കഴിഞ്ഞു പോയിട്ടുണ്ടാവും, ചിലർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കാവാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കാവും, ചിലർക്ക് വരാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് കാണുന്നവരിൽ ഒരു 80 to 95% ആൾക്കാരിലും ഇങ്ങനൊരു സിറ്റുവേഷൻ തന്നെയാണ്. ഒരു ഗ്യാപ്പ് വരാൻ
വളരെ ചാൻസ് കൂടുതലാണ്. അതായത് ആ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻഷൻ അദ്ദേഹം മറന്നു പോകുന്ന പോലെ അല്ലെങ്കിൽ കണ്ടില്ല എന്നടിക്കുന്ന പോലെയുള്ളൊരു എനർജീസാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു എനർജിയും കൂടാണ്. നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരുന്ന ഒരു സമയം കൂടാണ് ആ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് ഒക്കെ ആ സമയത്ത് നിങ്ങൾ സ്വയം ആർജിക്കേണ്ട ഒരു സമയം കൂടാണ് കേട്ടോ. പക്ഷേ ഇതെല്ലാം കഴിയും. ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു റീയൂണിയൻ തന്നെയാണ്. നല്ല ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയം നിങ്ങൾ കടക്കുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. അത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിടക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ വിചാരിക്കാം. അത് നല്ല രീതിയിലല്ല നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടും കാണുന്നുണ്ട്. ചിലരുടെ കേസിൽ വളരെ ഒരു മൈനോറിറ്റിയാണ്. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരു എനർജീസും കൂടെ വരുന്നുണ്ട്. ഞാൻ വരുന്ന കാര്യം പറയുകയാണ് കേട്ടോ. കാരണം ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് അത് കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജീസ് കുറയാൻ, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് കുറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഈ തേർഡ് പാർട്ടിക്ക് ഒരു അവർക്ക് നന്നായി വരികയാണ് ചെയ്യുക. നിങ്ങളുടെ എഫേർട്ട് ഇല്ലാതാവുമ്പോൾ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുകയാണ് ആ പേഴ്സണെ. അപ്പോൾ അങ്ങനെ ആ തേർഡ് പാർട്ടിയിലേക്ക് പോകാനുള്ളൊരു സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എഫേർട്ടും അതൊക്കെ വളരെ പ്രധാനമുള്ള കാര്യമാണ്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ മൈനോറിറ്റി എന്ന് പറയുന്നത് ഒരു മാരേജ് ഇൻവോൾവ് ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്യണം. ഇത് കാണുന്നവരിൽ അങ്ങനെ ഒരു എനർജി ഉണ്ടെങ്കിൽ, അതായത് ഒരു മാരേജ് ഈ പറയുന്ന പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു മാരേജ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റാത്തൊരു റിലേഷൻ തന്നെയാണ്, ഫ്യൂച്ചർ തന്നെയാണ്. പക്ഷെ മനസ്സിൽ സ്നേഹം ഉണ്ടാവും. നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റ്, റീയൂണിയൻ വീണ്ടും ഉണ്ടാവും. പക്ഷെ അതിലൊരു നല്ല ഉദ്ദേശത്തിലായിരിക്കില്ല, അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ അല്ല അല്ലേ അങ്ങനത്തെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനൊരു ഫ്യൂച്ചർ നല്ലതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ റീയൂണിയൻസ് വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. അതൊന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ല കമ്മിറ്റഡ് അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്മിറ്റഡ് അല്ല, മാരേജ് അങ്ങനെ ഇൻവോൾവ് അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ ഈ തേർഡ് പാർട്ടിയിലേക്കൊന്ന് പോയാലും അവരെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടൊന്നും കുറയരുത്, നന്നായി ഫൈറ്റ് ചെയ്യാൻ വേണം. പക്ഷെ അതിനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാണ്. തിരിച്ചു വരാനും ന്യൂ ബിഗിനിങ്ങിനും ഒക്കെയുള്ളൊരു സാധ്യത കൂടുതലാണ് കേട്ടോ. ഇത് കാണുന്നവരിൽ കുറേ പേരും സോൾമേറ്റ് എനർജി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ളൊരു കണക്ഷനേക്കാൾ കുറച്ചും കൂടിയും ഡെപ്ത് ഉള്ളൊരു കണക്ഷനാണ്. അതായത് ഒരു ഡിവൈൻ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളായിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്കേജൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. അത് ഈ ഒരു ടൈം പീരീഡ് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകുന്നു, ഈ പറഞ്ഞ പോലെ വിഷമിച്ചും കരഞ്ഞും ഒക്കെ ഇരിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതൊരു നെഗറ്റീവ് അപ്രോച്ചാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ തന്നെ വരുള്ളൂ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുള്ളൂ. അതല്ല, ആ സമയത്ത് സ്ട്രെങ്ത് വെച്ച്, ഒരു കോൺഫിഡൻസ് വെച്ച് പോസിറ്റീവായി അതിന് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന് നിങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ട് തന്നെ ഉണ്ടാവും. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഒക്കെ ഉണ്ടാവും. ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ലൈഫ് തന്നെയാണ്, നിങ്ങളുടെ കൂടെ ഒരു ലൈഫ് വേണമെന്ന് തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ട്രൂ ഇൻറ്റൻഷൻ. പക്ഷേ ഇടയ്ക്ക് വെച്ച് അതിനൊരു വ്യത്യാസം അല്ലെങ്കിൽ അതിനൊരു തടസ്സം പോലെ വേറൊരാൾ വന്ന് അദ്ദേഹത്തിനെ ഒന്ന് മാറ്റി കൊണ്ടുപോവുകയാണ്. അത് മറന്നു പോവുകയാണ് ട്രൂ ഇൻറ്റൻഷൻ. കുറച്ച് സമയത്തേക്കെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു വാല്യൂ മറന്നു പോവുകയാണ്. അത് നിങ്ങളിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും അതിൽ കേട്ടോ. അതൊക്കെ പോസിറ്റീവായി തന്നെ, സ്ട്രോങ് ആയി തന്നെ ഫേസ് ചെയ്യാനായിട്ട് റെഡി ആവുക. ഇതുവരെ കഴിഞ്ഞു പോകാത്തവരാണെങ്കിൽ, കഴിഞ്ഞു പോയവർക്കാണെങ്കിൽ അത് അറിയാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് അത്രയും വിഷമം ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ആവാം. ചിലർക്കൊക്കെ ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആവും. അതൊക്കെ ധൈര്യമായിട്ട് ഫേസ് ചെയ്യുക. അതിനൊക്കെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടെന്ന് വിശ്വസിച്ച് അതിനെ ഫേസ് ചെയ്യുക. അപ്പോൾ പിന്നെ നിങ്ങൾക്കതൊരു കോൺഫിഡൻസ് ആണല്ലേ, ശരിയാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ വിഷമങ്ങളൊക്കെ, നെഗറ്റീവ് എനർജീസിനെയൊക്കെ ഒന്ന് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും കേട്ടോ. നിങ്ങളുടെ പേഴ്സണെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം ചിലപ്പോൾ കുറച്ച് ആലോചിച്ചൊക്കെ തീരുമാനിക്കുന്ന ഒരാളായിട്ടൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരു അത്യാവശ്യം മെച്ചുവേർഡ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളിലും ഇദ്ദേഹത്തിന് വേറെ ആൾക്കാർക്ക്, ഒരു തേർഡ് പേഴ്സണ് വന്നിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ എളുപ്പമാണ്. അത് നമ്മൾക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നില്ല. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ബോൾഡായിട്ടോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരാളായിട്ടൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു സൈഡും കൂടി ഇദ്ദേഹത്തിനുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും കാര്യത്തിലേക്ക് പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നി പോകാനായിട്ട് സാധ്യതകളുള്ളൊരു പേഴ്സണാണ്. കുറച്ച്
അങ്ങനത്തെ ഒരു എനർജീസ് വരുന്നുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവില്ല, എന്നാൽ പോലും റെസനേറ്റ് ആവുന്നവരെടുക്കും. അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞാണേ. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ കരിയറിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യലിയോ അങ്ങനെ, അല്ലെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലൊക്കെ കുറച്ച് നല്ല ഒരാളായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ബാക്കി വേറെ ആൾക്കാർക്ക് ഒരു അട്രാക്ഷൻ തോന്നാനൊക്കെ പോകുന്ന ഒരാളായിരിക്കണം. എന്തെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന, ഒരു ഇഷ്ടം തോന്നുന്നൊക്കെ ഒരാളായിരിക്കണം. അതുകൊണ്ടാണ് ഈ തേർഡ് പാർട്ടീസൊക്കെ ഇങ്ങനെ വരുന്നതും. അങ്ങനത്തെ ആളാണ്. അപ്പോൾ അത് ഫിനാൻഷ്യലി ചിലപ്പോൾ ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷൻ ഹോൾഡ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസിൽ നല്ല ഭംഗിയുള്ള ഒരാളോ, മറ്റുള്ളവർക്ക് പെരുമാറുമ്പോൾ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു അട്രാക്ഷനൊക്കെ തോന്നുന്ന ഒരാളോ, അങ്ങനത്തെ ഒക്കെ ഒരാളായിരിക്കണം. അതുകൊണ്ടാണ് കേട്ടോ ഈ വേറെ തേർഡ് പാർട്ടീസിനൊക്കെ ഒരു അട്രാക്ഷൻ. നിങ്ങൾക്കും അതൊക്കെ തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സണോട് കൂടുതലൊരു ഇഷ്ടവും ഒക്കെ തോന്നുന്നത്. ഒരു ജെനുവിൻ ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ്. വേറെ അതിലൊരു ഫേക്ക് സ്റ്റോറീസൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കുക എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഇല്ല, അല്ലെങ്കിൽ ചീറ്റിങ് എനർജീസൊക്കെ കുറവ് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു പോയിന്റിൽ ഇയാളൊന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ ഇയാളെ ഒന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ്. പക്ഷെ നിങ്ങളത് തിരിച്ച് പിടിച്ചു കൊണ്ടുവരുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു എഫേർട്ടാണ്. നിങ്ങളത് ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോ, നിങ്ങളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ള പോലെ ഇരിക്കും നിങ്ങളുടെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ ഫേസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ അതിനെ ഇതാക്കാൻ പോകുന്നത്, അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത്, സ്ട്രോങ് ആയി തന്നെ ഇരിക്കണം, നെഗറ്റീവ് അപ്രോച്ചസ് ഒന്നും ഉണ്ടാവരുത്, പോസിറ്റീവായി തന്നെ വരും തന്നെ വിചാരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പോയി ചെയ്യരുത്. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുക അല്ലെങ്കിൽ വേറെ കുതന്ത്രങ്ങളൊന്നും എടുക്കണ്ട. നേരായ ഒരു സ്ട്രെയിറ്റ് വേ തന്നെ മതി നമുക്ക്. അത് തന്നെ ധാരാളമാണ്. അത് നിങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ ഒരു സോൾമേറ്റ് എനർജിയൊക്കെ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ വരും. ഒരു ഡിവൈൻ കണക്ഷൻ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ വരും കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകം ഒന്നും കൂടെ പറയുകയാണ്, ഒരു മൈനോറിറ്റി ആണെങ്കിൽ പോലും മാരേജ് ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ അതിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞു, അവർ വീണ്ടും വരും, ഒരു റീയൂണിയൻ ഉണ്ടാവും. പക്ഷേ അതിനൊരു ലൈഫില്ലാത്ത റീയൂണിയൻ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കാണുന്നവരെല്ലാം എന്തായാലും മച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ, അല്ലാതെ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മുടെ ലൈഫിൽ എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിസിഷൻസ് എടുക്കുക, മാരേജ് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ. ഞാനത് ഇടയ്ക്കിടയ്ക്ക് സ്പെസിഫൈ ചെയ്യുന്നത് കുറച്ച് കാണുന്ന ആൾക്കാരിൽ ഇത് ഇങ്ങനത്തെ ഒരു എനർജീസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാധാരണ ഞാൻ പറയാറുണ്ട് ഇങ്ങനത്തെ ആൾക്കാർക്കുള്ള റീഡിങ് അല്ലാന്ന്. സ്റ്റിൽ എൻ്റെ വ്യൂവേഴ്സിൽ ചിലപ്പോൾ ഒക്കെ അത് വരുന്നുണ്ട്. എൻ്റെ റീഡിങ്ങിൽ പല റീഡിങ്ങിലും മാരേജ് ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതായത് അത് കാണുന്നവരിൽ അങ്ങനെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഒരു നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ നോക്കുക കേട്ടോ. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെക്കാൾ യങ്ങർ ആയിരിക്കാം. ഏജ് കൊണ്ട് ഒരു വർഷങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളെക്കാൾ താഴെയായിരിക്കാം. അതും ഒരു മൈനോറിറ്റിയാണ്. പക്ഷെ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്, അങ്ങനെ ഒരു എനർജിയും ഉണ്ട്. പക്ഷേ അതൊക്കെ ആണെങ്കിൽ പോലും ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ ഒരു ട്രൂ ഇൻറ്റൻഷൻ തന്നെയാണ്. നല്ല ഒരു ലൈഫ് നിങ്ങളുടെ കൂടെ വേണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഒരു ഇൻറ്റൻഷനും. അത് ഏത് ജാതി മതം ഒക്കെ വേറെ ആണെങ്കിലും ഏജ് ഡിഫറൻസസ് ഉണ്ടെങ്കിൽ പോലും അതിലൊന്നും വ്യത്യാസമില്ല കേട്ടോ. നിങ്ങളുടെ കൂടെ ഒരു ലൈഫ് വേണം എന്ന് തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് ഒരു ട്രൂ ലവായിട്ട് അദ്ദേഹം കാണുന്നത്. പക്ഷേ ഈ പറഞ്ഞ സമയം ശ്രദ്ധിക്കണം, ഈ ഒരു ടൈം പീരീഡ് നന്നായി ശ്രദ്ധിക്കണം. പിന്നെ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഈ ഒരു സമയത്ത് പല നെഗറ്റീവ് കാര്യങ്ങളും നിങ്ങൾക്ക് വരും. അതായത് നിങ്ങളുടെ ക്യാരക്ടറിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതായത് ദേഷ്യം, വാശി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുക. സംസാരിക്കുമ്പോൾ എന്താ പറയണേന്നൊരു ധാരണയില്ലാതെ സംസാരിക്കുക എന്നൊക്കെ പറയില്ലേ. പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആലോചിക്കുക, അയ്യോ അത് പറയണ്ടായിരുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടാൻ അതൊക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും. പ്രത്യേകിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ ആയിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ പേഴ്സണോട് സംസാരിക്കുമ്പോഴോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മ്യൂച്വലായി നിൽക്കുന്ന ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് അങ്ങനത്തെ വാക്കുകളൊന്നും വരരുത്, ആവശ്യമില്ലാത്ത വാക്കുകൾ, അതുപോലെ ദേഷ്യം കാണിക്കുക, അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങളുടെ സംസാര രീതിയിൽ ഇന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അങ്ങനെയും ക്രിയേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ ഈ പേഴ്സൺ ഒന്ന് അകലാനുള്ള ഒന്ന് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട്, അപ്പോൾ നോക്കുമ്പോൾ വേറൊരു ചോയ്സ് അപ്പുറത്ത് ഉണ്ടെങ്കിൽ അതിലേക്ക് അട്രാക്റ്റ് ആവാനും ഒരു ചാൻസസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ദേഷ്യം, വാശി, അതുപോലെ സംശയരോഗം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ കുറയ്ക്കുക.
നല്ല ഫ്രണ്ട്ലി ആയിട്ടും ലവിങ് ആയിട്ടും ആ പേഴ്സൻ്റെ അടുത്ത് നിൽക്കുക. ഇതുവരെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതല്ല ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ തിരിച്ചു വരും. ആ സമയത്ത് ഇതൊന്നും എണ്ണിപ്പറക്കി പറയാതിരിക്കുക കേട്ടോ. ഈ കഴിഞ്ഞു പോയത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ളൊരു അപ്രോച്ച് എടുക്കുക. വീണ്ടും അതിനെ കുത്തിപ്പൊക്കി വീണ്ടും അത് പറഞ്ഞ് വീണ്ടും അങ്ങനെ വഷളാക്കാതിരിക്കുക സിറ്റുവേഷനെ. എല്ലാവരും മനുഷ്യന്മാരായ തെറ്റൊക്കെ പറ്റൂല്ലേ, അങ്ങനെ പറ്റിപ്പോയൊരു തെറ്റായിട്ടൊക്കെ കണ്ടാൽ മതി. വേറൊരു റിലേഷൻഷിപ്പിലേക്ക് കുറച്ച് നാളെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ. അപ്പോൾ പിന്നെ അതിനെ വീണ്ടും എന്താ പറയുക ക്രോസ് ചെയ്ത് ഇതാക്കണ്ട. അപ്പോൾ നിങ്ങളുടെ സംസാരം നന്നായി ശ്രദ്ധിക്കണം. അത് ഈ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരോടായാലും വീട്ടുകാരോടായാലും അവരെയും ഒരുപാട് നിങ്ങൾ ഹേർട്ട് ചെയ്യുന്നതായിട്ട് ഉള്ളൊരു എനർജിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടുകാരോട് സംസാരിക്കുമ്പോഴും ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും ഒക്കെ ഈ ഒരു ദേഷ്യം മുഴുവൻ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് കാണിക്കരുത്. ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിപ്പോയ ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ബാക്കി വീട്ടുകാരുടെ അടുത്ത് തീർത്തിട്ട് ഒരു കാര്യമില്ല അല്ലേ. അപ്പോൾ അവരെ വെറുതെ ഹേർട്ട് ചെയ്ത് അവരെ വിഷമിപ്പിക്കുക എന്നല്ലാതെ അതിൽ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ സ്പിരിച്വൽ കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധ വരുത്തുക. ഇത് കാണുന്നവരിൽ കുറച്ച് പേർക്കെങ്കിലും സ്പിരിച്വൽ എനർജീസൊക്കെ ഇത്തിരി കുറവാണ്. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കുറവുണ്ടെങ്കിൽ പ്രേയേഴ്സൊക്കെ ആവാം. അത് അതിന് ഞാൻ പറയാറുള്ള പോലെ ഇന്ന ദൈവമെന്നോ ഇന്ന അതൊന്നൊന്നുമില്ല, ഇന്ന സമയത്തിരുന്ന് പ്രാർത്ഥിക്കണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു സമയം, നിങ്ങൾക്ക് മനസ്സിന് കുറച്ച് ശാന്തി കിട്ടണം എന്നുള്ള തോന്നുന്നൊരു സമയത്ത് നിങ്ങൾക്ക് ഏത് ദൈവത്തിന്, നിങ്ങളുടെ ഇഷ്ടദൈവം ഏതാണെങ്കിലും ആ സമയത്ത് പ്രാർത്ഥിക്കുക. അവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം, അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. നമ്മുടെ ഡിവൈൻ എനർജീസ് എല്ലാം നമ്മളെ രക്ഷിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഈ സിറ്റുവേഷനൊക്കെ മാറ്റിമറിക്കും എന്നുള്ളൊരു വിശ്വാസം എപ്പോഴും ഉണ്ടാവണം. ദൈവത്തിൽ വിശ്വാസം പോവരുത്. അതൊക്കെ ഒന്ന് കൂട്ടാനും ആ ഒരു സ്പിരിച്വൽ വേയിലേക്കൊക്കെ ഒന്ന് വരാനും സറണ്ടർ ടു ഡിവൈൻ എന്നുള്ളൊരു എനർജിയൊക്കെ സ്വീകരിക്കാനും ഒക്കെ ശ്രമിക്കുക. ഈ ഒരു ടൈം പീരീഡിലുള്ള കാര്യമാണ് ഞാൻ പറയണത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അത് ശ്രദ്ധിക്കണം ആ സമയത്ത്. അതാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. ഈ പറഞ്ഞ സിറ്റുവേഷൻ ഈ ഒരു ടൈം പീരീഡ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലൊരു റിലേഷൻ തന്നെയാണിത്. വളരെ ഒരു ഹാപ്പിലി മാരീഡൊക്കെ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു റിലേഷൻ തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു സമയം വളരെ പോസിറ്റീവായി തന്നെ നിങ്ങളതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കണം. സോ അതൊക്കെയാണ് ഒരു നിങ്ങളുടെ ട്രൂ ഇൻറ്റൻഷൻ ഓഫ് ദിസ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ട്രൂ ഇൻറ്റൻഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നൊക്കെ നോക്കുമ്പോൾ ഇൻറ്റൻഷൻ ഈസ് ഗുഡ്. അത് എപ്പോഴും നല്ലൊരു പോസിറ്റീവ് ഇൻറ്റൻഷൻ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ വരുന്ന സമയങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ജസ്റ്റ് കണ്ടു വിട്ടേക്കുക. നിങ്ങളുടെ റീഡിങ് അല്ലാന്ന് തന്നെ വിചാരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.